ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് സൈറ്റിലെ പാർക്കൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിതനായി വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴി ഞാൻ അടിപൊളി ആവൂലി അരക്കില് പിന്നെ നല്ല സൂപ്പർ ചാള അരക്കിലും മേടിച്ചുകൊണ്ട് വന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഇച്ചിരി ആവൂലേക്കും വറുത്ത് ഇച്ചിരി ചോറിനുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്ന് ചോറിനിട്ടാണ് അടുത്ത പരിപാടി നോക്കണേ. അപ്പൊ ഞാൻ ഇപ്പൊ വന്ന് കയറുള്ളൂ. അപ്പൊ ഞാൻ പറയതേ ഇച്ചിരി ആവൂല അങ്ങ് വറുത്തേ, എന്നിട്ട് നമുക്ക് ഇച്ചിരി ചോറിനാണ്. അപ്പൊ ഞാൻ ഇനി ആവൂലി സെറ്റ് ചെയ്യണ നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ആവൂലി ഒരു അരക്കില്, വെള്ളാവൂലി അരക്കില്, പിന്നെ ചാള അരക്കിലും മേടിച്ചുകൊണ്ടാല് നമ്മളിപ്പോ ഊണ് കഴിക്കാനായിട്ട് ആവൂലി രണ്ടെണ്ണം കൊടുത്തിട്ട് അതിന്റെ പകുതി കട്ടിങ് പീസാക്കി ഒരെണ്ണം പിന്നെ ഓരോന്നര പകുതി അങ്ങനെ 1.5 പീസ് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 1.5 പീസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ബാക്കി നമ്മൾ നാളെ വറക്കണോളൂ. അപ്പൊ ഇത് പൊരിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം ഇതും കൂട്ടി ചോറിനാനായിട്ട്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ്. നമ്മുടെ ആവൂലി മീൻ വാല് വേണമെന്ന് ഞാൻ പറഞ്ഞ കാരണം വാല് തന്നെ എനിക്ക് പൊരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറിനാൻ പോവുകയാണ്. അപ്പോൾ ആവൂലി കൂട്ടിയുള്ള ചോറിനാണ് ഇന്നത്തെ നമ്മുടെ മീൻ. നല്ല ചാള ഉണ്ടായിരുന്നു. ആവൂലി എന്ന് പറയുമ്പോൾ തന്നെ വായിക്കടെ വെള്ളം വരും, രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണിത്. ആവൂലി അര കിലോ ചാള മേടിച്ചോളൂ. അതിലിപ്പോൾ ആവൂലി കൂട്ടിയാണ് ഞാനിപ്പോൾ ചോറിനാൻ പോകണം. അപ്പോൾ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് നൈസ്. ഓക്കെ, സൂപ്പർ. അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി മുളകാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്നാ ടേസ്റ്റാ. നല്ലപോലെ ടേസ്റ്റാ, സൂപ്പറാട്ടോ, സൂപ്പർ മീൻ. അതൊന്നും മടുക്കാം, അടിപൊളി മീൻ. ഗൈസ്, ഇനി മുമ്പോട്ടുള്ള കാലം എന്ന് പറയുന്നത് പരസ്യങ്ങളുടെ കാലമായതുകൊണ്ട് നമ്മളും കുറയ്ക്കുന്നില്ല. എന്തിനാ കുറയ്ക്കുന്നത്? അപ്പം നമ്മളും വെച്ചേക്കാൻ പരസ്യം. അപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പരസ്യമാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സൈറ്റ്. നമ്മുടെ സൈറ്റ് കോതമംഗലം മലയങ്കേരി ബൈപ്പാസിലാണ് നമ്മുടെ സൈറ്റ് ഉള്ളത്. അപ്പം ഞാനും ഈ പരസ്യം കുറയ്ക്കേണ്ടെന്ന് വെച്ചോക്കാം. ഞാൻ സാധാരണ നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തും പരസ്യം വെച്ചിട്ടില്ല. എന്തിനാ നമ്മളും പരസ്യം വയ്ക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമ്മളും പരസ്യം വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പണിക്കാർ സൈറ്റുകളിലേക്ക്. നമ്മളിനി 3-4 സൈറ്റ് ഉണ്ട്, ആ സൈറ്റിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു സൈറ്റിൽ നിന്ന് ലോഡ് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെന്തിനാ നമ്മളായിട്ട് ഇനി പരസ്യം കാര്യങ്ങൾ കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എല്ലാവരും ഇപ്പോൾ പരസ്യത്തിൻ്റെ പുറകെയാണ്. ആര് എത്ര നന്നായിട്ട് പരസ്യം ചെയ്യണോ അതിലാണ് ആളുകളുടെ കണ്ണുമുള്ളത്. അപ്പോൾ നമ്മളും പരസ്യത്തിൽ ഒറ്റും കുറവ് വരുത്തുള്ള നമ്മുടെ പരസ്യമാണിത്. നമ്മൾ പരസ്യം വയ്ക്കും പോലെയല്ല, നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ അത്രയും പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾക്ക് നമ്മുടെ ആളുകളായിട്ട് പറഞ്ഞ് നമ്മൾ ചെയ്യണ വർക്കിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠതയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിലുള്ള ഒരു ക്വാളിറ്റി അത് മനസ്സിലാക്കിയാണ് നമുക്ക് ഇത്ര നാളും വർക്ക് ആൾക്കാർ തന്നെ. അതിനനുസരിച്ച് നമ്മൾ പക്ഷേ പരസ്യം ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ മാത്രം അറിയപ്പെടും, നമ്മൾ പുറത്തേക്ക് അറിയപ്പെടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പരസ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ് നമ്മളെ ടൗണിലേക്കൊക്കെയാണെങ്കിലും നമ്മളെ ഒരു കാര്യത്തിന് വിളിച്ചു വരുത്തി ചെയ്യിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ നാട് വഴി അറിയപ്പെടുന്നതാണ്. നമുക്ക് എറണാകുളം പുറത്തേക്കും വർക്കുണ്ട്, അത് ചെയ്യണത് തന്നെ നമ്മുടെ നാട്ടിലുള്ളവർ പറഞ്ഞറിയപ്പെടണം. നമുക്കൊരു പരസ്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇനി എടുക്കുന്ന സൈറ്റുകളിലേക്ക് നമ്മുടെ പരസ്യങ്ങൾ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫീൽഡ് മൊത്തം നമുക്ക് നമ്മുടെ നാട് മാത്രം അറിയപ്പെടാതെ മൊത്തത്തിൽ നമ്മളെ അറിയപ്പെടണം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ബൈ, സി യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ കാണിക്കും. ബൈ, സി യു.